2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ദയനീയമായി 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട കെ മുരളീധരൻ അദ്ദേഹം കൃത്യമായി പറഞ്ഞ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കാനുള്ള ഒരു പ്രത്യേക താല്പര്യമൊന്നും തനിക്ക് ഇല്ലാതായിരിക്കുന്നു എന്നതാണ്. എന്നാൽ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൃത്യമായി ഒരു താരപ്രചാരകനായി മാറിയിരിക്കുന്ന കെ മുരളീധരൻ തന്നെയാണ്. കെ ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥി നിർണയം അതിവേഗം അവിടെ നിശ്ചയിക്കപ്പെടുമ്പോൾ തീർച്ചയായും ഇക്കുറി കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ദൗത്യം അത് UDF തന്നെ വിശ്വസിച്ചുകൊണ്ട് നൽകിയതാണ് എന്നുള്ള കൃത്യമായ ഒരു ഉത്തരവാദിത്വ ബോധം അദ്ദേഹത്തിനുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് നാമമാത്രമായ സീറ്റുകളാണുള്ളത്. 101 വാർഡുകളായി ചിട്ടപ്പെടുത്തിയ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി എങ്ങനെ അവിടെ സീറ്റുകൾ വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. BJPയും ഇടതുപക്ഷവും തമ്മിലാണ് മത്സരം എന്ന പ്രതീതി ഉണ്ടാകുമ്പോഴും UDFന് കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കേണ്ട അവസരം കൂടിയാണ്. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിലോ നേമത്തോ UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ വീണ്ടും മത്സരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തെ V ശിവൻകുട്ടി ജയിക്കാനുണ്ടായ കാരണം തന്നെ കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. കെ മുരളീധരൻ അവിടെ പിടിച്ച വോട്ടുകളാണ് V ശിവൻകുട്ടിയുടെ ജയപരാജയം നിശ്ചയിക്കപ്പെടുന്നതിന് കാരണമായത്. 2011 2016 വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ വലിയ രീതിയിൽ തരംഗമുണ്ടാക്കിയാണ് കെ മുരളീധരൻ വിജയിച്ചു കയറിയതെങ്കിൽ അദ്ദേഹം വടകര ലോക്സഭാ സീറ്റിലെ തെരഞ്ഞെടുപ്പിൽ 85,000 വോട്ടിന് P ജയരാജനെ പരാജയപ്പെടുത്തിയതോടുകൂടി ആ സീറ്റ് ഒഴിവരികയും അവിടേക്ക് അന്നത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന VK പ്രശാന്ത് മത്സരിക്കുകയും അവിടെ മോഹൻകുമാറിനെ പരാജയപ്പെടുത്തി അവിടം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തെ കൃത്യമായി ഇളക്കണമെങ്കിൽ ഇടത് കോട്ടയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന VK പ്രശാന്തിൻ്റെ പോരാട്ട വീര്യം ചോരണമെങ്കിൽ കെ മുരളീധരനെ പോലൊരു സ്ഥാനാർത്ഥി ഉണ്ടായാൽ മാത്രമേ മതിയാവുകയുള്ളൂ. കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സ്വാധീനം ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ നഗരപ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അത് തീർച്ചയായും വോട്ടായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷ. തൃശ്ശൂർ കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് BJP ഏറ്റവും കൂടുതൽ ഉന്നം വയ്ക്കുന്നത്. തൃശ്ശൂരിൽ പത്മജയെ ഇറക്കിക്കൊണ്ട് കൃത്യമായി വോട്ട് പിടിക്കാൻ വേണ്ടി സുരേഷ് ഗോപി ശ്രമങ്ങൾ നടത്തുമ്പോൾ പത്മജയെ കണക്കിന് വിമർശിക്കാനും കെ മുരളീധരൻ ഈ സാഹചര്യം കൃത്യമായി ഉപയോഗിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.